സ്നേഹമുള്ള എല്ലാവർക്കും രവിയേട്ടന്റെ എന്റെയും വിനീതമായ നമസ്കാരം ആദ്യം തന്നെ അറിയിക്കുന്നു. നമ്മൾ ഈ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ, കുട്ടികൾക്കും വരുന്ന തലമുറ അവരൊക്കെ ഈ കവിതയൊക്കെ മനസ്സിലാക്കണം. ചിലവർക്ക് ഈ കവിത എങ്ങനെയാ ചൊല്ലേണ്ടത്, നീണ്ട കവിതയാകുമ്പോ ആരും പെട്ടെന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല, നീണ്ട കവിതയായിരുന്നു. പക്ഷെ നമുക്ക് ആവശ്യമുള്ള വരികൾ എടുത്തിട്ട് അത്രേ പറ്റുള്ളൂ. അതിന്റെ എല്ലാം നീണ്ട കവിതയാണ്, വളരെ നീണ്ട കവിതയാണ്. ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, കാരണം കവിയുടെ കവിതകൾ നീണ്ട നമ്മൾ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ആശയം എന്താണ്, കവിതയുടെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് സഞ്ചരിക്കണം. ഞാൻ അന്നേരക്കൊരു ഉദാഹരണം പറഞ്ഞു. കാടിന്റെ നടുവിലുള്ള ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്ന പോലെയാണ് ഈ കാട്. വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ടാവും. ആ ക്ഷേത്രത്തിലെത്താൻ കുറേ നടക്കണം എന്ന് പറഞ്ഞ പോലെ കുഞ്ഞാപ്പൻ നായരുടെ കവിതയുടെ മൂല ആശയം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരുപാട് പലതും പ്രകൃതി വർണ്ണന, അത് കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് പോകണം. ഇത് സന്യാസിയുടെ പാട്ട് എന്നുള്ളത് ആചാര്യ വിനോബാവയെ കുറിച്ചാണ്. ആചാര്യ വിനോബാവെ ഗാന്ധിയുടെ പ്രധാന ശിഷ്യനായിരുന്നു. ഗാന്ധി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യ പോയി ഗാന്ധി ആശ്രമം അപ്പൊ കാണാൻ പറ്റിയില്ല, ആ വാർധയിലായിരുന്നു ഇദ്ദേഹം. ഞാൻ കണ്ടു അയാൾ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ വന്നിട്ടുണ്ട്. പലരും കുറെ സന്യാസം എനിക്ക് ഓർമ്മയുണ്ട്. യേശു വന്നപ്പോ ഞാൻ എറണാകുളത്തായിരുന്നു. പിന്നെ വേറെ വലിയൊരു പാട്ടുകാരൻ്റെ അവര് സുബ്ബലക്ഷ്മി വന്നിരുന്നു. കാഞ്ഞങ്ങാട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ കവിയുടെ ചെറുപ്പകാലം തൊട്ടേ കാഞ്ഞങ്ങാട് ആശ്രമത്തിൽ പോകുമായിരുന്നു. അത് എന്തിനാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും കർണാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് തർജ്ജമ ചെയ്തതാണ് ചില നാടകങ്ങൾ. അപ്പൊ അതിന്റെ മൂല വസ്തു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഇപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. പല ബംഗാളികൾ വരും, ബംഗാളി നോവൽ അങ്ങനെയാന്ന് തോന്നുന്നത് പറയുന്നു. അപ്പൊ നമുക്ക് മെല്ലെ ആയിക്കോട്ടെ. ലളിതഗാന ഭാവത്തിൽ പാടാം. അപ്പൊ ഇതിലുള്ള വരികൾ ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിൽ അതെടുത്ത് പാടാം. അതെ. വിക്രമസൂര്യൻ കയറി നിൽക്കും വിശ്വചക്രവാളമതിൽ കെട്ടിൻ മുകളിലായി അന്യുഷസ്സുകൾ ചന്തത്തിൽ വില്ലീസു നെയ്തു തള്ളും നെയ്ത്തുശാലക്കരികിലായി പാവന പൂർണ്ണ സങ്കേതമണയുവാൻ പായുന്ന പുണ്യനദി തൻ കരയിലാ വെള്ളപ്പടും മണിമാല കോർക്കുന്ന വെള്ളിമല തറ കെട്ടിനു മീതയായി പട്ടൊളിച്ചായ വിരിച്ചുരസിക്കുന്നു പട്ടുകൂടയായി നിവർന്നൊരു വൻമരം സ്മേന പ്രകൃതി സൗഭാഗ്യമകോത്സവ പൂരപാറുന്നു തങ്കക്കൊടിമരം ഊനമറ്റൊന്നു മനേശ്വര സത്യത്തിലൂന്നുമ ചഞ്ചല വിശ്വാസം എന്ന പോലേതു കൊടുങ്കാറ്റടിയും പൊറുക്കുന്ന നാരായ വേരുകിടപ്പിത ദൃശ്യമായി അന്യൂനമന്ത പ്രചോദനാൽ വേരുകളന്വേഷണം തുടരുന്നു കണ്ടെത്തുവാൻ സന്തതോൽകർഷം തുടരുന്നു സാത്വിക ചിന്ത പോൽ വിണ്ണീരുണരം മരത്തടി ചെടുത്ത വാർമഴവിന്നഴകോൾ മാനസഭാവന വായ്പാൽ ചമച്ചുടൻ നന്മയിൽ പീലി മനോഹര വർണ്ണങ്ങളുണ്ട്
ഓർമ്മയിൽ ചാലിച്ച ചാരുപാത്രങ്ങളും നീട്ടും വിരലിനാൽ കേചരി മുദ്രകൾ കാട്ടിത്തെളിയുന്ന ചെമ്പല്ലവങ്ങളും പേത്തുമണി നവരത്ന പഴക്കുല ചാത്തുമവരിതൻ കൽപ്പകമീമരം തേടുവോർക്കൊക്കെ തണൽപ്പായ നൽകുമീ തേന്മരത്തിൻ പൂക്കം വിളിക്കേറുകൾ പൂക്കളം വിളിക്കേറുകൾ. ഒരുപാടുണ്ട് വരികൾ. നമുക്ക് ഇത്രയും മതി തോന്നും. അതെ ഇനി ഇതുപോലെ എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു താല്പര്യമുള്ളവര് ബാക്കി അതിന് റെഫർ ചെയ്ത് നോക്കിയിട്ട്. ഏതായാലും അടുത്ത കവിതയുമായി അടുത്ത പ്രാവശ്യം. നമസ്കാരം.